ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വൈജയന്തി ബാഗൊക്കെ റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ല അമ്മ, ഇതെങ്ങോട്ടാ ഈ രാവിലെ തന്നെ ബാഗൊക്കെ തൂക്കി എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ, നിങ്ങൾ അച്ഛനും മക്കളും ഒക്കെ അലീനയുടെ കൂട്ടത്തിൽ ഈ വീട്ടിൽ താമസിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. എനിക്ക് വാടക വീട് റെഡിയായിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ ബാങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങും. ഇനി അലീന പോയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ. പിന്നെ നിങ്ങൾ മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അരികിലേക്ക് വരാം. മക്കൾക്ക് മാത്രം എന്നിങ്ങനെ പറയുകയാണ് വൈജയന്തി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം അലീന ചേച്ചിയെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല. കൃഷ്ണമോളും പറയുന്നുണ്ട്, ഞാനും വരുന്നില്ല അമ്മയുടെ കൂടെ. പിന്നെ രോഹിയേട്ടൻ്റെ കാര്യം പറയണോ? അലീന ചേച്ചി എവിടെയുണ്ടോ? രോഹിയേട്ടൻ അവിടെയുണ്ട്. തൽക്കാലം അമ്മയുടെ കൂടെ വരുന്നില്ലെന്നാണ് ഞങ്ങളുടെ 3 പേരുടെയും തീരുമാനം എന്നതിന് കൃഷ്ണ മറുപടി കൊടുത്തു. വൈജയന്തിയെ തോൽപ്പിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ അലീന ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഡിവോഴ്സിന് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയാണ് അലീന എന്ന് ഞാൻ അവിടെ വാദിക്കും. അപ്പോൾ നാണം കെടാൻ പോകുന്നത് ബാലേന്ദ്രൻ മാത്രമായിരിക്കില്ല, മക്കൾ, നിങ്ങൾ 3 മക്കളും കൂടിയായിരിക്കും എന്നിങ്ങനെ വൈജ പറയുന്നുണ്ട്. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. എന്തായാലും അലീന ചേച്ചി ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ബബിത ഉറപ്പിച്ച് പറയുകയാണ്. അത് കേട്ടുകൊണ്ട് അലീന അവിടേക്ക് എത്തുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മേഡം ഇപ്പോൾ എങ്ങോട്ടും പോകല്ലേ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ മേഡത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ആ പ്രശ്നം ഞാൻ തന്നെ മാറ്റി തന്നോളാം. മേഡം എനിക്ക് ഒരാഴ്ച സമയം താ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നോളാം. ഇത് അലീനയുടെ വാക്കാണ്. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ബബിതയും രോഹിത്തും കൃഷ്ണയൊന്നും ഇതിൻ്റെ പേരിൽ അമ്മയോട് വഴക്കിടാൻ വരില്ല. അലീന പറയുന്നത് കേട്ട് വൈജയന്തിയുടെ മുഖം ഒന്ന് തെളിയുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞത് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും വാടക വീട്ടിലേക്ക് പോയിരിക്കും എന്നും പറഞ്ഞ് വൈജ തിരികെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അലീന ചേച്ചി, ഞങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ചേച്ചിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? അതുകൊണ്ടാണോ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നത് എന്ന് ബബിത ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇനി അത് നടക്കില്ല. ഞാൻ കാരണം അച്ഛനെയും അമ്മയുമായിട്ടുള്ള കുടുംബ പ്രശ്നം ഒരിക്കലും കോടതിയിലെത്താൻ പാടില്ല. ഒരു കുടുംബം തകർത്തിട്ട് എങ്ങനെയാടി മോളെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുന്നത് എന്ന് അലീന ചോദിക്കുകയാണ്. ഇനി ഞങ്ങൾ അലീന ചേച്ചിയോട് മിണ്ടില്ല. അമ്മയ്ക്ക് വേണ്ടി അലീന ചേച്ചി ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ചേച്ചിയെ സ്നേഹിച്ച് ഞങ്ങളുടെ കൊതി തീർന്നിട്ട് പോലുമില്ല. അതിനുള്ളിൽ പോവല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബബിത റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. ആ സമയം രോഹിത്ത് വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ട് പോകാനാണ് ചേച്ചിയുടെ പ്ലാൻ? വീട് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ട് പോലുമില്ല. എല്ലാം അച്ഛനെ വിട്ടുകൊടുത്തിരിക്കുക. അച്ഛൻ കണ്ടെത്തി തരുന്ന സ്ഥലം അതേതായാലും ഞാൻ അവിടെ സേഫായിരിക്കും. അങ്ങനെ അലീന മറുപടി കൊടുക്കുകയാണ്. അലീന ചേച്ചി പോയാൽ ചേച്ചി എന്നെയും കൂടെ കൊണ്ടുപോകുമോ? ഇപ്പോൾ ചേച്ചി ഇല്ലാത്ത ഈ വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ ചേച്ചിയോടൊപ്പം ഏത് വീട്ടിലും കഴിയാൻ തയ്യാറാണ്. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷേ എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോകല്ലേ ചേച്ചി എന്നും പറഞ്ഞ് രോഹിത്ത് അലീനയുടെ മുന്നിൽ പൊട്ടിക്കരയാണ്. അങ്ങനെ എന്നെപ്പോലെ എവിടെയെങ്കിലും ജീവിക്കേണ്ടവരാണോ നീ? ഞാൻ വെറും വീട്ടുവേലക്കാരി. പക്ഷേ നീയോ? അച്ഛനുണ്ട്, പെങ്ങന്മാരുണ്ട്. അച്ഛൻ്റെ കാലശേഷം ഈ കുടുംബം നോക്കി നടത്തേണ്ടവരാണ് നീ. നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കോളേജിൽ പോയി പഠിച്ച് എക്സാം പാസ്സാവണം. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നിനക്ക് എൻ്റെ അടുത്തേക്ക് ഓടിയെത്താലോ എന്ന് പറഞ്ഞ് അലീന റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനും അങ്ങോട്ട് വരുന്നുണ്ട്. നിൻ്റെ ഈ പോക്ക് തടയാനായിട്ട് എനിക്കൊരു നിമിഷം മതി. നീ വൈജ പ്രസവിച്ച മോളാണെന്ന് ഞാൻ വൈജയോട് പോയി പറയട്ടെ. അപ്പോൾ വൈജ നിന്നെ സ്വന്തം മകളായി അംഗീകരിച്ചേക്കും, നിന്നെ സ്നേഹിച്ചേക്കും. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ അത് ബാലേന്ദ്രൻ്റെ അവസാനമാണ്, എൻ്റെ തോൽവിയാണെന്ന് തന്നെ പറയാം. വൈജയ്ക്ക് മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയതുപോലെ ആവില്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ തോറ്റിട്ട് അമ്മയുടെ സ്നേഹം എനിക്ക് വേണ്ട. ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള അനുവാദം മാത്രം മതി. അത് മാത്രം അച്ഛൻ എനിക്ക് തന്നാൽ മതി. ഇപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലല്ലോ. അച്ഛൻ്റെ കൂടെ നിൽക്കാൻ അച്ഛൻ്റെ 3 മക്കളും ഇല്ലേ?
ഈ ഞാൻ കാരണം ഈ കുടുംബം തകരാൻ പാടുണ്ടോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന. ശരി, നിന്റെ ഇഷ്ടം പോലെ. എന്തായാലും നിന്നെ തടയാൻ ഞാൻ നിന്റെ ആരുമല്ലല്ലോ. പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ നീ ഈ വീട്ടിൽ നിന്ന് പോയാലും വൈജയന്തിയുമായിട്ട് ഞാൻ സന്തോഷത്തിൽ ജീവിക്കാനൊന്നും പോകുന്നില്ല. തകരേണ്ട കുടുംബമാണെങ്കിൽ അത് തകർന്നിരിക്കും എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. റൂമിലെത്തിയ ബാലേന്ദ്രൻ ഗംഗേട്ടനെ വിളിച്ച് വീട്ടിലേക്കൊന്ന് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്തിനാ ബാലേന്ദ്ര എന്നോട് ഇത്രയും ദൂരം വരാനായിട്ട് പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ലെന്ന്. വൈജയെ ഞാൻ അങ്ങോട്ട് തിരികെ കൊണ്ടുവന്നില്ലേ, അതോടുകൂടി എൻ്റെ കടമ തീർന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ തീരും? 25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പെങ്ങളെ എനിക്ക് വിവാഹം ചെയ്തു തന്ന നിങ്ങളല്ലേ? അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങളെ കെട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് അപേക്ഷിച്ചതും നിങ്ങൾ തന്നെയല്ലേ? അതൊക്കെ നിങ്ങൾ മറന്നുപോയോ? അന്ന് എന്തുദ്ദേശത്തിലാണ് അതെന്നോട് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് വന്നത് എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്രൻ കളിയാക്കുകയാണ്. അല്ല ബാലേന്ദ്ര, വൈജയന്തിയോട് നിനക്കന്ന് പ്രണയം ഉണ്ടായിരുന്നതല്ലേ? അന്ന് നീ അത് തുറന്നു പറഞ്ഞതല്ലേ? അന്ന് എനിക്ക് അത് സമ്മതിക്കാൻ പറ്റിയില്ല. പക്ഷേ നീ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ അവളെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അത് വലിയ തെറ്റാണോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുകയാണ്. ന്യായീകരണം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഗംഗേട്ടനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ സ്റ്റാലിൻ ജോസഫ് എവിടെയാണ് താമസിക്കുന്നത്? അയാളെ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇല്ല ബാലേന്ദ്ര, അത് നടക്കില്ല. വീണ്ടും കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ ഭാവം? അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ, അതൊക്കെ നിനക്കിനി മറന്നൂടെ എന്നിങ്ങനെ ഗംഗേട്ടൻ പറയാണ്. എനിക്കങ്ങനെ കഴിഞ്ഞ കഥയൊന്നും മറക്കാൻ പറ്റില്ല. പുതിയ കഥകളൊക്കെ ഇനി പയ്യെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സ്റ്റാലിൻ്റെ അഡ്രസ്സ് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വൈജയന്തിൻ്റെ പോയിട്ട് കഴിഞ്ഞ കഥകളൊക്കെ ഞാൻ അറിഞ്ഞ കാര്യം പറയും എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയാണ്. അത് കേട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഞാൻ നിനക്ക് അഡ്രസ്സ് തന്നേക്കാം എന്നും പറഞ്ഞ് ചെറുതായി ഒന്ന് പേടിച്ചിട്ടാണെങ്കിലും ഗംഗേട്ടൻ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാലിനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അലീനെ വന്നൊന്ന് കാണുന്നുണ്ട്. അച്ഛനൊരു യാത്ര പോവുകയാണ്, 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുവരെ എൻ്റെ മക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ അച്ഛാ. അച്ഛനിത് എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയ്ക്കാണോ? ഞാനും കൂടെ വരട്ടെ എന്നവൾ ചോദിക്കുന്നുണ്ട്. അത് വേണ്ട മോളെ, സ്റ്റാലിൻ ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അതെവിടെയാ അച്ഛാ? ആ പേര് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. അയാൾ എവിടെയാണ് താമസം? അത് അച്ഛൻ്റെ കൂട്ടുകാരൻ വല്ലതുമാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. നമുക്കൊക്കെ വേണ്ട ഒരു വ്യക്തിയാണത്. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ നിനക്കത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിനുശേഷം നീ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. സ്റ്റാലിൻ ജോസഫോ? അതാരാണ്? ആ പേര് പോലും ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ അച്ഛനൊന്ന് ഫോൺ ചെയ്യുകയോ ഇങ്ങോട്ടൊന്ന് വരികയോ പോലും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അലീന തല വഹിക്കുന്നുണ്ട്. ഈ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അലീന, നീ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് കൃഷ്ണമോൾ വിളിച്ച് പറഞ്ഞു. എന്നോട് പോലും ഒരു യാത്ര പോലും ചോദിക്കാതെ പോവുകയാണോ നീ? അത്രമാത്രം അനിയനാണോ നിനക്ക് ഞാൻ എന്നിങ്ങനെ മനു ചോദിക്കുകയാണ്. പോവുകയാണെന്ന് പറഞ്ഞാൽ മനുവേട്ടൻ അത് സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. മനുവേട്ടൻ പോകണ്ടെന്ന് മാത്രം പറയരുത്, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയാണ് അലീന. ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പോരായിരുന്നോ? ആർക്കാണ് ഇത്ര അത്യാവശ്യം? നീ ഇപ്പോൾ പോകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ താലി കെട്ടിയ ഭാര്യയായിട്ട് നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഇനി വേറൊരു വീട്ടിലും പോയി വേലക്കാരിയെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ കഴിയേണ്ടവളല്ലേ നീ? ബാലേന്ദ്രൻ അങ്കിൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ കല്യാണം നടത്തി തരാമെന്ന്. ഇപ്പം വരാൻ നീ റെഡിയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം നിന്നെ എന്നൊക്കെ പറഞ്ഞ് മനു വിളിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല മനുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അറിഞ്ഞാൽ മനുവേട്ടൻ്റെ അമ്മ എന്നെ ആ വീട്ടിലേക്ക് കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആട്ടി ഇറക്കില്ലേ അവർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അമ്മയെ എതിർക്കാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. അഥവാ അമ്മ ആ വീട്ടിലേക്ക് കയറ്റിയില്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോകാം. അവിടെ ആരുടെയും ശല്യമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാം, ഒരു കുറവുമില്ലാതെ. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ മനു പറയുവാണ്. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല മനുവേട്ട.
ഇപ്പം എന്തായാലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് അലീന വാശി പിടിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ വേറെ പോകാൻ തന്നെ അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? നീ പോകുന്ന നാട്ടിൽ എന്നെക്കാട്ടിലും സുന്ദരനായ വേറെ വല്ല ചെറുപ്പക്കാരും നിന്നെ ഇഷ്ടപ്പെട്ട് വന്നാൽ അയാളെ കല്യാണം കഴിച്ച് നീ ജീവിക്കുമോ എന്നിങ്ങനെ മനു ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തൊക്കെയാണ് മനുവേട്ട ഈ പറയുന്നേ? മനുവേട്ടനെ മറന്ന് ഞാൻ വേറെ ആരും കൂടെ ജീവിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? മനുവേട്ടനെ കളിയാക്കലെ കുറച്ച് കൂടുന്നുണ്ട്. എവിടെ പോയാലും എൻ്റെ മനസ്സിൽ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ. മനുവേട്ടനെ മറന്ന് എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുകയാണ് അലീന. ശരി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. നിനക്ക് വേണ്ടി എത്ര കാലം വേണേലും കാത്തിരിക്കാൻ ഞാൻ റെഡിയാണ്. എന്തായാലും നീ പോവല്ലേ, അപ്പോൾ ഞാൻ തരുന്ന ഈ ചെറിയ സമ്മാനമെങ്കിലും നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മനു അലീനയ്ക്ക് ഒരു നെക്ലേസ് നൽകുകയാണ്. എന്നാൽ അത് വാങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് അലീന. അത് കണ്ടുകൊണ്ട് വന്ന ഭവിത പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മനുവേട്ട, ഇങ്ങനെ കൊടുത്താലൊന്നും അലീന ചേച്ചി അത് വാങ്ങില്ല. ചേട്ടനത് ചേച്ചിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുക. ഞാനൊരു ഫോട്ടോയും എടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട മോളെ, മനുവേട്ടൻ്റെ അമ്മ അറിഞ്ഞാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ മനു അതൊന്നും കേൾക്കാതെ ആ മാലയെടുത്ത് അലീനയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. ഭവിതയാണെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭവിത അത് കമലയ്ക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. ആ ഫോട്ടോ കണ്ട് കമലയാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ശിവൻ്റെ അരികെ പറയുന്നുണ്ട്, ശിവേട്ട ഇത് കണ്ടില്ലേ? മനു ആ വേലക്കാരിയുടെ കഴുത്തിൽ താലി കിട്ടി. ഞാനിനി ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോയി അവളുടെ കവള് തീർത്ത് ഒന്ന് കൊടുത്തിട്ട് വരാം. ആ താലി പൊട്ടിച്ചെറിയാൻ പോവാണ്. അവളെങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ ബാലേന്ദ്രൻ? ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് കമല പോകാൻ ഒരുങ്ങാണ്. എന്നാൽ ശിവേട്ടൻ കമലയെ തടഞ്ഞു നിർത്തി, എൻ്റെ കമലെ, നീ ഒന്ന് സമാധാനപ്പെട്. അത് ഒറിജിനൽ കല്യാണമൊന്നും അല്ലല്ലോ. ഇത് ഇത്ര വലിയ സംഭവമായി നീ ഇപ്പം കരുതണ്ട. ഒരു നെക്ലേസ് അവൾക്ക് ഇട്ടുകൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. നീ അലീനെ തല്ലാൻ ചെന്നെന്ന് ബാലേന്ദ്രൻ അറിഞ്ഞാൽ മതി. നിന്നെ ചൂലുകൊണ്ട് അടിച്ചിറക്കിയവനാണ് ബാലേന്ദ്രൻ. അത് നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ ഇനിയും നിന്നെ ആട്ടി ഇറക്കി വിടും എന്ന് ശിവേട്ട മറുപടി കൊടുക്കുകയാണ്. അത് കേട്ട് കമല പേടിച്ച് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്.